വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞാൻ റെസ്റ്റിലാണ്. എൻ്റെ സിസ്റ്റർ ഡെലിവറി കഴിഞ്ഞപ്പം വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ, അപ്പം കുഞ്ഞുണ്ട്. അപ്പം മൊത്തത്തിൽ എല്ലാവരും വീട്ടിലാണ്. അപ്പം ഞാൻ റെസ്റ്റ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും പ്രീ ചെക്കപ്പ് ചെയ്ത സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്നു. സോ നമ്മൾ ഇവിടെ റെസ്റ്റാണ്. അപ്പം ഞാനിപ്പം രാവിലെ എണീറ്റൊന്ന് നടന്നിട്ട് ഇവിടെ വന്നിപ്പോൾ ഫ്രണ്ടിലത്തെ റൂമിലായിരിക്കുന്നത്. അപ്പോൾ വാവ ഇപ്പോൾ ഉറങ്ങണം. അവനെ ഒന്ന് തുടയ്ക്കണം. ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കത്തേ ഉള്ളൂ. ഇപ്പം മറ്റേ അംബ്ലിക്കൽ കോഡ് പോകാതെ നമ്മളൊരിക്കലും കുളിപ്പിക്കത്തില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പം എണീക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ അവൻ്റെ കൂടെയാണ് സത്യം പറഞ്ഞാൽ. അപ്പം വീഡിയോ ഒക്കെ അതുകൊണ്ട് കുറച്ച് ലാഗാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കം ഓൺ ഗൈസ്. എൻ്റെ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നോക്കൂ, കുടിക്കവൻ വാ, കുഞ്ഞിതാ വാ. ഞാൻ മൊത്തം വലിച്ചു കേട്ടോ. ഗ്രൂം ചെയ്തു, സീറോ ഗ്രൂമിങ് ചെയ്തു. നിങ്ങളെ ഇവിടെ ഒരിക്കലും സീറോ ഗ്രൂമിങ് ചെയ്തു. തക്കട് തക്കട് പണിയാണ്. തക്കട് പണിയെ സീറോ ഗ്രൂമിങ് ചെയ്തു. കണ്ട നമ്മുടെ തക്കട് പണിയെ. നോ നോ, അത് ഈ ഹെബിക്കുട്ടി അടങ്ങിരുന്ന് കണ്ണ് നോക്കണം. ഓ നമ്മളുടെ ഇന്നലെ ആക്ച്വലി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ അടുക്കളയിലെ വിഷയം. വെയിലടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാവ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ വളരെ ശാന്തമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബഹളങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ വീട്ടിലെപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞാവ് വരുന്ന സമയത്ത് മിക്കപ്പോഴും കരയും. അതുപോലെ തന്നെ രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ ഉണർന്നിരിക്കേണ്ടി വരും. പണ്ട് ആബി കുഞ്ഞായിരുന്ന സമയത്ത് അവൾ 45 ദിവസത്തിലാണ് നമ്മൾ അവളെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവളെ കൊണ്ടുവന്ന സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ അവൾ ഭയങ്കര കുരയായിരുന്നു. നമ്മുടെ കൂടെ ഇറങ്ങി അവരൊരു കൂടെ അതിന് ശേഷമാണ് പിന്നെ അവളെ കൂട്ടിയിടാത്തത്. നമ്മുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൾ കിടന്ന് കുരയ്ക്കും. അപ്പം അല്ലാതെ നമ്മളൊരു കുഞ്ഞിനെ പോലും വളർത്തിയിട്ടില്ല. അപ്പം ഇപ്പോൾ ഇവൻ വന്ന സമയത്തെല്ലാം ഭയങ്കര സ്പെഷ്യലായിട്ട് നമ്മൾ എല്ലാവരും ഉണർന്നിരുന്ന് രാത്രിയൊക്കെ, ഞാനൊന്നും ഇങ്ങനെ ഉറക്കം ഉളയ്ക്കാത്ത ആളാണ്, പക്ഷേ എങ്കിലും അവന് വേണ്ടി അത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ അവനെ നോക്കിയിരിക്കാനും ഭയങ്കര രസമാണ്. ഞാൻ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് നല്ല ഉറക്കം കണ്ട. ഇത്രയും നേരം അവന് ഉറങ്ങണ്ട. രാത്രി മൊത്തം ഉണർന്ന് കിടക്കുമായിരുന്നു. ഇടയ്ക്ക് കളിച്ചുകൊണ്ട് കിടക്കും, പിന്നെ കരയും. ഒക്കെ തന്നെയായിരുന്നു പതിവ്. ഇനി ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം. രാത്രി മാത്രമാണ് നമ്മൾ ഡയപ്പർ വയ്ക്കുന്നത്. അല്ലാതെ ഡയപ്പർ വയ്ക്കുന്നതിനോട് ഞങ്ങൾക്കത്ര യോജിപ്പില്ല. കണ്ടിന്യൂസ് കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ വെച്ചുകൊണ്ടിരിക്കുന്ന തുണിയുണ്ടല്ലോ ഒത്തിരി. നിങ്ങളിപ്പോൾ ബാക്കിൽ കണ്ടില്ലേ, വീടിൻ്റെ ബാക്ക് മൊത്തം തുണിയാണ്. ഇത് അവൻ്റെയാണ്. അപ്പം പറ്റുവാണെങ്കിൽ നമുക്ക് പഴയ മുണ്ടോ അങ്ങനെ എന്തെങ്കിലും തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ രാവിലെയൊക്കെ വെക്കുന്നതാണ് നല്ലത്. രാത്രി നമുക്ക് എപ്പോഴും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയപ്പർ വേണമെങ്കിൽ വെക്കുന്നതാണ്. ആ ഒരു ടൈമിൽ മാത്രം. നമ്മൾ രാത്രി മാത്രമാണ് ഇപ്പോൾ ഡയപ്പർ വെച്ചത്. മെനഞ്ഞാന്ന് വരെ രാത്രിയും ഡയപ്പർ അല്ലായിരുന്നു, തുണിയായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വിചാരിച്ചു രാത്രി മാത്രം ഡയപ്പർ വയ്ക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ ഇയാളെ പാൽ കൊടുത്തിട്ട് പിന്നെ ഇത് മാറ്റാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് മാറ്റുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നത്. അപ്പോൾ അത് കാണാൻ വയ്യാത്തതുകൊണ്ട് രാത്രി മാത്രം ഇയാൾക്ക് ഡയപ്പർ വെച്ച് രാവിലെയൊക്കെ നമ്മൾ ഇത് തന്നെ തുണി തന്നെ തുടയ്ക്കണം. ഞാൻ പറയില്ലേ, ഫുൾ ഡേ ഇതൊക്കെ തന്നെ എൻ്റെ കാര്യം, എൻ്റെ ഗുളിക ഞാൻ കഴിക്കുന്നു, ഞാൻ റെസ്റ്റ് എടുക്കുന്നു, കുഞ്ഞിനെ നോക്കുന്നു, ഇതൊക്കെ തന്നെ സ്ഥിരം നടക്കുന്നു. ഇപ്പം കുഞ്ഞ് നടക്കാൻ പോകുന്നു. നടക്കാൻ പോകുന്ന പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് എങ്ങനെ ഉണ്ടാകാൻ പറ്റും. നമ്മളെ എത്ര വയ്യാതിരുന്നാലും നമ്മൾ വീട്ടിലെ ഡ്യൂട്ടീസ് ഉണ്ട്. കാരണം നിന്ന് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ടാണ് ഈ ചൂലെടുത്ത് തൂക്കുന്നത്. ചെയ്തല്ലേ പറ്റും, അല്ലെങ്കിൽ അമ്മേനെ വഴക്കുറയും. ചുമ്മാ വയസ്സ് ഇവിടെ വൃത്തിയായിട്ടിരിക്കുന്നത് ഞാൻ തന്നെ ചെയ്യുവാണ്.
നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടോ നൻകട്ട? ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് വന്നപ്പോൾ താമസിച്ചു. എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വന്നപ്പോൾ താമസിച്ചു. ഇപ്പോൾ നമ്മുടെ മെയിൻ ആൾ ഇതാ കിടക്കുന്നു, ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ആളുടെ ദാണ്ടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാണ്. അതിനകത്ത് ഡേറ്റും വെയിറ്റും ജനിച്ചപ്പോൾ ഉള്ള സ്ഥലവും സമയവും ഒക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി ഫ്രെയിം തന്നിട്ടുണ്ട്. ഞാൻ അല്ലാതെ ബാക്ക് ക്യാമറയിൽ ഒന്നുകൂടി കാണിച്ചു തരാം. കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനകത്ത്. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിക്കൊണ്ടായിരുന്നു. കുറേ നേരം കിടക്കുമ്പോഴും ഭയങ്കര നടുവേദന തന്നെ. എന്തുകൊണ്ടും എനിക്കിപ്പോൾ നല്ല സമയം തോന്നും. ബട്ട് എനിവേ അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ വരുന്നത് എല്ലായ്പ്പോഴും നമ്മളങ്ങ് ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നും ശരിയാകത്തില്ലല്ലോ. സോ ഞാൻ അങ്ങനെ ആശ്വസിക്കുന്നു. വൈകിട്ട് ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കണ്ട കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഫെബിക്കുട്ടി അപ്പുറത്തുണ്ട്, അവളെ ഉറക്കം, അവളെ ശല്യപ്പെടുത്തണ്ട. നേരത്തെ കാവയാളായത് ഇവിടെ നിന്ന് കുരയായിരുന്നു, ഫുൾ ടൈം നിന്ന് കുരയ്ക്കുമായിരുന്നു. അപ്പം നമുക്ക് ചായ കുടിക്കാം. നല്ല ഉറക്കം വരുന്നു, പക്ഷെ ഉറങ്ങിയില്ല. ഉറങ്ങിയാൽ ശരിയാകത്തില്ല. ഹായ് ഗൈസ്, ഞാനിപ്പോൾ കുറേ നേരം കിടന്നിട്ട് എനിക്ക് നടു ഒട്ടും വയ്യ. സോ യു ക്യാൻ സീ ദാറ്റ് ഇൻ മൈ ഐസ്. പെട്ടെന്ന് എണീറ്റപ്പോഴും അപ്പോൾ എനിക്കിങ്ങനെ മേളിലോട്ട്, നേരത്തെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മേളിൽ വശത്തൊക്കെ എനിക്കൊരു തരം ഭയങ്കര പെയിൻ എടുക്കുന്നു. ഇങ്ങനെ കിടന്നിട്ട് എനിക്കറിയില്ല, ചെറിയൊരു വീഴ്ച, ഇത്രയും ഒരു വലിയൊരു, അതും ഹെയർലൈൻ ഫ്രാക്ചറേ അല്ല, ചെറിയ എന്തെങ്കിലും ഫ്രാക്ചർ ആയിരുന്നെങ്കിൽ ഓക്കെ. ബട്ട് ഇതിങ്ങനെ ഒരു ഫ്രാക്ചർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ഫ്രാക്ചർ അതിന് ശേഷവും ഈ വേദന മാറുന്നില്ല. യെസ്, ഓഫ് കോഴ്സ് എനിക്ക് അത്രയും പറഞ്ഞ പോലെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ലെങ്കിലും ഞാൻ എൻ്റെ ഭാരിച്ച ജോലികളൊന്നും ഞാൻ എൻ്റെ നട്ടല് വെച്ചൊന്നും ഞാൻ ചെയ്യുന്നുണ്ട് ഇല്ല. എനിവേ നമുക്ക് എന്തായാലും ഈ ഒരു വീക്ക് നോക്കാം. വീക്കും കൂടി നോക്കിയില്ലെങ്കിൽ എന്താണെന്ന് എൻ്റെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം. ഞാൻ പറയാം, ഉച്ചയ്ക്ക് കുളിച്ചിട്ട് ഞാൻ മുടി പോലും ചീപ്പിയില്ല, ഞാൻ അങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ വൈകിട്ട് എണീറ്റ് ചായ കുടിച്ചു, പിന്നെ കുറച്ചൊന്നും നടന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ കുഷ്യനകത്ത് ഇരിക്കുവാണ്. ചാടി ഇങ്ങനെ ഇരിക്കാൻ, ഒന്നുകിൽ ഇങ്ങനെ നമ്മൾ ചാടി ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടൊരു ബെൻഡ് കൊടുത്തിട്ടിരിക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. എന്നുവെച്ചാൽ നട്ടല് വെച്ച് ഇങ്ങനെ ഊന്നിയിരിക്കാനായിട്ട് പാടാം, അത്രേ ഉള്ളൂ. സോ ഇപ്പം വാവയൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഞാൻ കുഞ്ഞുള്ളതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് അത്രയും ബോറടിക്കുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബോറടിച്ച് തന്നെ. കുഞ്ഞുള്ളതുകൊണ്ട് അതിനെയും കളിപ്പിച്ച് മോനെ ഇങ്ങനെ നോക്കിയിരിക്കുക, മോൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആവുന്നുണ്ട്. എന്ത് വേദന ഉണ്ടെങ്കിലും ആളെ കാണുമ്പോഴും, പിന്നെ എൻ്റെ വീട്ടിൽ 2 പട്ടിക്കുട്ടിയുണ്ട്, അവരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകാനിരിക്കുന്നു. കാരണം ഞാനങ്ങനെ സ്ഥിരം വീട്ടിലിരിക്കുന്ന ഒരാളല്ല. ഞാൻ പറയില്ല, എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ദേവയാണ്. അപ്പം പുള്ളി എങ്ങനെയൊക്കെ ഞാൻ നാട്ടിൽ വന്നാലും ഞങ്ങൾ രണ്ടുകൂടെ ജോലിക്ക് പോകുന്നെങ്കിലും അതൊക്കെ ഞാനിങ്ങനെ ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ കൂടെ പോകും. ഞാൻ ഒന്നും ചെയ്യത്തില്ലായിരിക്കും, ജോലിയൊന്നും കൂടെ ചെന്ന് ഞാൻ ഗ്രൂമിങ്ങിന് ഗ്രൂമിംഗ് ഒന്നും എനിക്ക് അറിയില്ല. ബട്ട് ഇല്ലെങ്കിലും ഞാൻ പോവുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. പല വീടുകളിൽ പോവുക, പല ആൾക്കാരെ കാണുക, ഇതൊക്കെ. ബട്ട് ഇപ്പോൾ ഒന്നും പറ്റില്ല. എനിവേ വീട്ടിൽ തന്നെ ഇരിക്കണം. നോക്കാം എന്താണെന്ന് വെച്ചാൽ. ബിക്കോസ് ഇത് നമ്മുടെ നട്ടലിൻ്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാത്തത്. എനിക്കത് റിസ്ക് എടുക്കാൻ വയ്യ. കാരണം ഞാൻ പറയില്ല, വന്ന ആ 1 വീക്കിൽ തന്നെയാണ് ഞാൻ അറിഞ്ഞൊരു ഫ്രാക്ചർ ഉണ്ടെന്ന്. ആ വീക്കിലായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ്, അതിൻ്റെ സ്ട്രെസ്സ്, അതിനുശേഷം വാവയുടെ പാറുവിൻ്റെ ഡെലിവറി, വാവ വന്നതും, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ അത്രയ്ക്ക് വലിയ ഇതൊന്നും ചെയ്തില്ല. പക്ഷേ എന്തോ മാറുന്നില്ല. മാത്രമല്ല, ഇത് മാറാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ വീണിട്ട് 2 ആഴ്ച ഞാൻ അവിടെ ജയ്പൂരിലായിരുന്നു. അന്ന് ഒരു റെസ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെയും ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. കോളേജിൽ കണ്ടിന്യൂസ് ഇരുത്താം. ഡോക്ടറിനോട് പറഞ്ഞത് മാക്സിമം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കണ്ടിന്യൂസ് ഇരുത്തേ പാടില്ല, ഭയങ്കര അൺകംഫർട്ട് ആവും എന്ന് പറഞ്ഞു. സോ എനിവേ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ആക്ച്വലി നത്തിങ് ഇസ് ദെയർ, ഒന്നുമില്ല. കിടത്താം, കുഞ്ഞിനെ നോക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരിക്കാം, ഫോണിൽ നോക്കുക, ചില സിനിമകളാണ്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മാക്സിമം വീഡിയോ ഞാൻ ഇടും. കാരണം ഈ വർഷം എന്തായാലും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരിക്കലും ഇത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാൻ എനിക്കും എൻ്റെ ഇപ്പോൾ വാവ ജനിച്ചു, വാവയ്ക്കൊക്കെ വേണ്ടി എല്ലാവരും വാവയെ ബ്ലെസ് ചെയ്യുക. അതുപോലെ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.